ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ഇന്ന് നമ്മളൊരു കോംബോ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി ചിക്കൻ മഷ്റൂമും അതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ബട്ടർ ഗാർലിക് റൈസും കൂടി കാണിക്കുന്നുണ്ട്. പൊറോട്ട, നാൻ, ബട്ടൂര ഇതിൻ്റെയൊക്കെ കൂടെ ഈ ഒരു ചിക്കൻ കറി നമുക്ക് റെഡിയാക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ക്രീമി ചിക്കൻ മഷ്റൂം ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഞാനിവിടെ 3/4 കിലോ ചിക്കൻ തൈസ് എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ഏത് പാർട്ട് വേണമെങ്കിലും നമുക്കിതിന് വേണ്ടി എടുക്കാവുന്നതാണ്. ചിക്കൻ ബ്രസ്റ്റോ ലെഗ് പീസോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് രണ്ടും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു ചിക്കൻ ബ്രോത്ത് അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി ഒരു സോസ് പാനിലേക്ക് 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1.5 പീസ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനു പകരം 1-2 എല്ലോട് കൂടിയ ചിക്കൻ പീസ് 2 കപ്പ് വെള്ളത്തിൽ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ച ശേഷം ചിക്കൻ മാറ്റിയെടുത്ത് ബാക്കിയുള്ള ആ ഒരു വെള്ളം ചേർത്താലും മതി. അങ്ങനെ ചിക്കൻ ബ്രോത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കുക. ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി വന്നിട്ടുള്ള ഓയിലിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം 1.5 സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കണം. സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടിന്ന് മഷ്റൂം സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം 1.5 കപ്പ് മഷ്റൂമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അടുത്തതായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, ഇത് രണ്ടും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കൈവിടാതെ ഇളക്കി നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പാല് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർക്കണം. കറി അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 പാക്കറ്റ് അല്ലെങ്കിൽ 1/3 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം ചേർത്തതിന് ശേഷം അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലൊരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് കറി കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് പാപ്രിക്ക പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാപ്രിക്ക പൗഡർ ഓപ്ഷണലാണ്, അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് പാഴ്സലി ലീവ്സും ചേർത്ത് കൊടുക്കാം. പാഴ്സലി ലീവ്സിന് പകരം നമുക്ക് മല്ലിയില വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അടുത്തതായി നമ്മൾ ഗാർലിക് ബട്ടർ റൈസാണ് റെഡിയാക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ അരമണിക്കൂർ ഒന്ന് കുതിർത്തിയെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിച്ച ശേഷം അതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ചൂടായിട്ടുള്ളൊരു കടായിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി, 1 സവാള കനം കുറച്ച് കട്ട് ചെയ്തത്, ഇത് രണ്ടും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. റൈസ് ഒന്ന് കളർഫുൾ ആവുന്നതിന് വേണ്ടി ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കളർ പോകാത്ത രീതിയിൽ വളരെ കുറച്ച് നേരം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി.
ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്രിക്ക പൗഡർ, 1/4 കപ്പ് പാഴ്സലി ലീവ്സ് ഇതെല്ലാം ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കോംബോ റെസിപ്പി ക്രീമി ചിക്കൻ മഷ്റൂമും ബട്ടർ ഗാർലിക് റൈസും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.